അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ ഒരു റമദാനിൽ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ഖുർആനിക ശകലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇസ്ലാമിക ചരിത്രകാരനായിരുന്ന ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ താരീഖു ദിമഷ്കിൽ ഉദ്ധരിച്ചൊരു സംഭവമാണ്. നാലാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു അസാധാരണമായ സംഭവം ഉണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു നീതിയുടെ പേരിൽ അറിയപ്പെട്ട ഒരു വലിയ ന്യായാധിപനായിരുന്നു ഷുറൈഹുൽ ഖാദി. അദ്ദേഹം ഭരണാധികാരി എന്ന നിലക്ക് അലി റളിയല്ലാഹു അൻഹു ഖലീഫ എന്ന നിലക്ക് അദ്ദേഹം ഷുറൈഹുൽ ഖാദിയെ ന്യായാധിപനായി നിയോഗിച്ചിരുന്നു. അപ്പോൾ അന്ന് ഷുറൈഹുൽ ഖാദി എന്ന ന്യായാധിപന്റെ മുമ്പിൽ ആ നീതിപീഠത്തിൽ ഒരു വ്യത്യസ്തമായൊരു കേസ് വന്നു, ഒരു ഹർജി. അതൊരു ജൂതൻ്റെതായിരുന്നു. ജൂതൻ അയാളുടെ കൈവശം ഒരു പടയെങ്കി, ഒരു പടച്ചട്ടയുണ്ട്. അത് അയാളുടേതാണെന്നാണ് വാദം. എതിർ കക്ഷി വാദിക്കുന്നത് അത് അയാളുടേതല്ല, എതിർ കക്ഷിയുടേതാണെന്ന്. ഇവിടെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, എതിർ കക്ഷിയായിട്ടുള്ളത് അന്നത്തെ മുസ്ലിം ലോകത്തിന്റെ ഖലീഫ, നാലാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ സ്വാഭാവികമായും അത് ശ്രദ്ധ പിടിച്ചു പറ്റുമല്ലോ. ഒരു ഖലീഫയും, മുസ്ലിങ്ങളുടെ ഒരു ഖലീഫയും, ഖലീഫയ്ക്ക് കീഴിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമായ ഒരു ജൂതനായ വ്യക്തിയും തമ്മിലാണ് കേസ് നടക്കുന്നത്. ഷുറൈഹുൽ ഖാദി എന്ന പ്രസിദ്ധനായ ന്യായാധിപന്റെ മുമ്പിൽ അതെത്തി. വാദപ്രതിവാദങ്ങൾ നടന്നു, ഇരുഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ടു. അവസാനം ഖലീഫയോട് ഷുറൈഹുൽ ഖാദി ചോദിച്ചു, ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ ജൂതൻ്റെ കയ്യിലാണ് പടച്ചട്ടയുള്ളത്. നിങ്ങളുടേതാണ് ഈ പടച്ചട്ട എന്നതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? നിങ്ങളുടെ കൈവശം എന്താണ് ഇതിനുള്ള തെളിവോ സാക്ഷിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിന് സപ്പോർട്ടീവായ എവിഡൻസുകൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അപ്പോൾ അവസാനം അലി റളിയല്ലാഹു അൻഹു ഖലീഫ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈവശം അത് തൻ്റേതാണെന്ന് തെളിയിക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ആ കോടതി, ഷുറൈഹുൽ ഖാദി ആ ജൂതന് അനുകൂലമായി വിധിക്കുകയും ഖലീഫയും ജൂതനും രണ്ട് കക്ഷികളും ആ വിധി കേട്ട് മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയും ചെയ്തു. കുറച്ച് അങ്ങോട്ട് നടന്നു പോയതിനു ശേഷം ആ ജൂതൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ന്യായാധിപനോട് പറഞ്ഞു, തീർച്ചയായും പൂർവ്വകാല പ്രവാചകന്മാരുടെ ഒക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതുപോലെ നമ്മുടെ മതത്തിൽ, യഹൂദ മതത്തിലൊക്കെ പറയുന്ന മോശെ പ്രവാചകൻ, അങ്ങനെ പ്രവാചകന്മാരുടെ ഒരു വിധിയാണ് ഞാനിപ്പോൾ നിങ്ങളിൽ നിന്ന് കേട്ടത്. ഇതൊരിക്കലും ഒരു സാധാരണക്കാരുടെ വിധിയല്ല. ഇത്രമാത്രം എൻ്റെ അപ്പുറത്ത്, എൻ്റെ എതിരാളിയായി അല്ലെങ്കിൽ എതിർ കക്ഷിയായി നിങ്ങളുടെ ഖലീഫ ഉണ്ടായിരിക്കെ തന്നെ നിങ്ങളുടെ മതത്തിൽ അല്ലാത്ത എനിക്ക് അനുകൂലമായി നിങ്ങൾ വിധിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശരിക്കുള്ള ആ പൂർവ്വകാല ദൈവികമായിട്ടുള്ള നീതി നടപ്പാക്കുന്ന ആളുകളിൽപ്പെട്ടവരാണ്. പ്രവാചകന്മാരുടെ അതേ വിധി പോലെയാണ് എനിക്ക് നിങ്ങളുടെ വിധി കേട്ടപ്പോൾ തോന്നിയത്. അദ്ദേഹം അങ്ങനെ ആ സമയത്ത് മുസ്ലിം ആകാൻ താല്പര്യം അറിയിക്കുകയും അങ്ങനെ ഖലീഫ അദ്ദേഹത്തിൻ്റെ പടച്ചട്ട ജൂതൻ അവസാനം പറഞ്ഞു, ഇത് എൻ്റെതല്ല. സിഫീൻ എന്ന് പറയുന്ന യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ഖലീഫയുടെ വാഹനപ്പുറത്ത് നിന്ന് അതിങ്ങനെ പുറത്തേക്ക് തള്ളി നിന്ന് വീഴാൻ പോയി. അങ്ങനെ അവസാനം അദ്ദേഹം അറിയാതെ ഞാനത് കൈക്കലാക്കിയതായിരുന്നു എന്നൊക്കെ അദ്ദേഹം ശരിയായ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി. പിന്നെ ഇത് മുസ്ലിം ആകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ പടച്ചട്ട താങ്കൾക്ക് സമ്മാനമായിരിക്കട്ടെ എന്ന് പറയുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണാം. ഇതൊരു ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങൾ എങ്ങനെയാണ് നീതിയെ കാണുന്നത് എന്നുള്ളതാണ്. ഇസ്ലാം ഈ ലോകത്തെ മറ്റേതൊരു ആദർശങ്ങളെക്കാളും പ്രത്യയശാസ്ത്രങ്ങളെക്കാളും നീതിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന മതമാണ്. കാരണം അത് ദൈവിക മതമാണ്. ഇസ്ലാം നീതിയെ കാണുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ്. എല്ലാ രംഗങ്ങളിലും, മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നീതി ഒരു സുപ്രധാന ഘടകമായി വേണം എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും, ഇസ്ലാമിക നിയമങ്ങൾ പരിശോധിച്ചാൽ, ശരീഅത്ത് പരിശോധിച്ചാൽ നീതിയുടെ നിദർശനങ്ങളാണ് നമുക്ക് മുഴുവൻ കാണാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരായത്തിലെ ഒരു ശകലമാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. സൂറത്തുൻ നിസാഇലെ 4-ാം അധ്യായം 135-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്. നിങ്ങൾ വിശ്വാസികളെ, നിങ്ങൾ ഖവ്വാമീന ബിൽ ഖിസ്ത്. ഖിസ്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ എന്ന് പറഞ്ഞാൽ അറബിയിൽ നീതി എന്ന അർത്ഥം. നിങ്ങൾ നീതി നിലനിർത്തുന്നവരായി ആയിരിക്കണം. എപ്പോഴും നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം. കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്. ആ വചനം പൂർണ്ണമായി നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമാണ് ആ ഒരു വചനം. ലോകത്തേതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൽ, ഒരു വേദഗ്രന്ഥത്തിൽ ഇങ്ങനൊരു വചനം കാണാൻ സാധിക്കുമോ എന്നുള്ള സംശയമാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വചനം മുഴുവനായി എന്ന് പിന്നെ പാരായണം ചെയ്താൽ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവണം, നീതി നിലനിർത്തുന്നവരായി തീരണം. ശുഹദാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയുള്ള സാക്ഷികളായി മാറണം. ഒരിക്കലും നിങ്ങൾ അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരായി മാറരുത്. ഇനി അത് എപ്പോഴൊക്കെ, വലുവാല അംഫുസിക്കും, അത് നിങ്ങളുടെ തന്നെ സ്വന്തങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും, നിങ്ങൾക്ക് തന്നെ എതിരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, നീതി അപ്പുറത്താണ്, നിങ്ങളുടെ പക്ഷത്ത് അനീതിയാണുള്ളത് എങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളണം. അവിൽ വാലിദീൻ, അത് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾക്ക് എതിരാണെങ്കിലും, വൽ അഖ്റബീൻ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് എതിരാണെങ്കിലും ശരി, നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പിന്നെ അവർ അനീതിയുടെ പക്ഷത്താണ് എങ്കിലും നിങ്ങൾ നീതിയുടെ പക്ഷത്താണ് നിലകൊള്ളുന്നത്. ഈ യകുനു ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമ, സമ്പന്നനോ ദരിദ്രനോ എന്തുമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു മാനദണ്ഡം നിങ്ങൾക്ക് അനീതിയോട് കൂടെ ചേർന്ന് നിൽക്കാൻ ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി വ്യത്യസ്ത രൂപങ്ങളിൽ നീതിക്ക് വേണ്ടിയുള്ള കൽപ്പനകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു പഠിപ്പിക്കുന്നതാണ്. അള്ളാഹു തീർച്ചയായും നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് നല്ലത് ചെയ്യുക, ഇഹ്സാൻ ചെയ്യുക. അതുപോലെ ഒന്നാമത് പറഞ്ഞത് ബിൽ അദിൽ, അതിൽ നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുക, നീതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക, അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. അതിനി സ്വന്തത്തോട് എതിരാണെങ്കിലും, മാതാപിതാക്കളാണെങ്കിലും, അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലും, ഇനി ശത്രുക്കളാണെങ്കിൽ പോലും ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, നിങ്ങൾക്ക് ഒരു സമൂഹത്തോട് ശത്രുതയുണ്ട് എന്ന് കരുതി അവരോട് അനീതി ചെയ്യാൻ അത് ന്യായമല്ല. അവരോട് നീതിപൂർവ്വം ഏത് സന്ദർഭത്തിലും നീതി വിട്ട് കളിക്കരുത് എന്ന് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വം വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് ഈ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് ഇസ്ലാമിക സമൂഹത്തിലെമ്പാടും കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, ജാഹിലിയ കാലം, ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലം എന്ന് പറയുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലക്ക് ജീവിച്ചു പോകുന്ന, ദുർബലരായവരെ പിന്നെ ശക്തരായവർ അടിച്ചമർത്തുന്ന, അവരുടെ ശക്തരായവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സമൂഹം ചലിക്കുന്നൊരു രൂപത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ആ ഒരു സമൂഹത്തിൽ നിന്ന് വളരെ കാടത്തപരമായ ഒരു ജീവിതം നയിച്ചിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ പാഠങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അത് ആദ്യകാല മുസ്ലിങ്ങളെ, അറബികളെ സംബന്ധിച്ചിടത്തോളം, ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഒരു അഹംഭാവവും അതുപോലെ തന്നെ വംശീയ ബോധവും ഒക്കെ വെച്ചു പുലർത്തുന്ന അത്തരത്തിലുള്ള ഒരു ജീവിതം നയിച്ചു വന്ന, അങ്ങനെയുള്ള സമൂഹത്തിൽ വളർന്നു വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അത്ഭുതമായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒരു ഗോത്രം കൊണ്ട്, ഒരു ഉയർന്ന ഗോത്രക്കാരിയായ സ്ത്രീ, മഖ്സൂം ഗോത്രമായിരുന്നു അത് എന്ന് ചരിത്രത്തിൽ കാണാം. അഥവാ ഖുറൈശികളിലെ തന്നെ ഏറ്റവും ഉന്നതമായൊരു ഗോത്രമാണ് മഖ്സൂം ഗോത്രം. ഖുറൈശികളിലെ പ്രധാനപ്പെട്ട സേനാനായകന്മാർ, നേതാക്കന്മാർ ഒക്കെ ഉണ്ടായൊരു ഗോത്രമാണ്. അപ്പോൾ ആ ഗോത്രത്തിലെ ഒരു സ്ത്രീ മോഷ്ടിച്ചു. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് അതിന് വേണ്ട മോഷണത്തിനുള്ള ശിക്ഷ നടപ്പാക്കേണ്ടതുണ്ട്. അത് ഇസ്ലാമിക ശരീഅത്തിൽ നിഷ്കർഷിക്കുന്ന ശിക്ഷ അവർക്ക് നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവർ ഉന്നത ഒരു കുലജാതയായതുകൊണ്ട് തന്നെ സ്വഹാബിമാർ ഇങ്ങനെ പരസ്പരം കൂടിയാലോചിച്ചു. അത് അത്ര വലിയ ഒരു ഗോത്രത്തിലുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ശിക്ഷ നടപ്പാക്കുന്നത് ഒരു വലിയൊരു അപമാനകരമായ സംഗതിയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഇളവ് ചെയ്ത് കിട്ടാൻ വഴിയുണ്ടോ എന്നാണ് ഈ സ്വഹാബിമാരുടെ ആലോചന. അപ്പോൾ അങ്ങനെ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയെങ്കിലും കൊണ്ട് ഒരു ശുപാർശ ചെയ്യിച്ചാൽ എന്തെങ്കിലും ഒരു ഇളവ് കിട്ടിയാലോ എന്ന് കരുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായിരുന്ന സെയ്ദ് റളിയല്ലാഹുവിൻ്റെ മകൻ ഉസാമ, അദ്ദേഹത്തെ പ്രവാചകന് വളരെയധികം ഇഷ്ടമായിരുന്നു. പ്രവാചകന്റെ ഇഷ്ടക്കാരൻ, ഇഷ്ടഭാജനം എന്നൊക്കെ അറിയപ്പെട്ട ആളാണ് ഈ വാപ്പയും മകനും. അപ്പോൾ ഈ ചെറിയ പ്രായക്കാരനായ ഉസാമയെ കൊണ്ട് പ്രവാചകനോട് ശുപാർശ പറയാൻ വേണ്ടി അവർ പോയി. അപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു മടിച്ചാണെങ്കിലും പ്രവാചകന്റെ അടുത്ത് നിന്ന് കാര്യം അവതരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാവം മാറി എന്ന് ചരിത്രത്തിൽ കാണാം. അതശ്ഫഉ ഫി ഹദ്ദിൻ മിൻ ഹുദൂദില്ലാ, അള്ളാഹു നിർബന്ധമാക്കിയ ഈ ഒരു ശിക്ഷാവിധി, അതിലാണോ നീ എന്നോട് അതിൽ ഇളവ് ചെയ്യാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ഗൗരവത്തിൽ ചോദിച്ചു. എന്നിട്ട് അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോയി, പ്രവാചകന്റെ മദീനയിലെ പള്ളിയിൽ ചെന്ന് ആളുകളെ ഒരുമിച്ച് കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തി. അതിൽ പ്രവാചകൻ എണ്ണിപ്പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സമൂഹത്തിൽ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം ചലിക്കുക എന്നതാണ് ആ സമൂഹത്തിന്റെ വിജയം. മുൻകാല സമൂഹങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളോട് പറഞ്ഞത് കാണാം, മുൻകാല സമൂഹങ്ങൾ നശിക്കാനുള്ള കാരണങ്ങളിലൊന്ന്
ഇദാ സറഖ ഫീഹിമു ഷരീഫു തറക്കുഹു, അവരിലെ ഉന്നത കുലജാതർ, ബഹുമാന്യരായ ആൾക്കാർ അല്ലെങ്കിൽ ഉന്നതരായ ആളുകൾ കാണുന്ന ആളുകൾ അവരെന്തെങ്കിലും മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റുകയോ ചെയ്താൽ ഒഴിവാക്കും. ഇനി ദുർബലരായ അങ്ങനെ നിസാരരായ ആളുകൾ ഗണിക്കുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്താലോ അവർക്ക് ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ഒരു പ്രസംഗം അവസാനിക്കുന്ന സമയത്ത് അവസാനിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്ത വാചകങ്ങൾ ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. വൈമുല്ലാ, അള്ളാഹുവാണ് സത്യം, ദൈവമാണ് സത്യം. ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹ. മുഹമ്മദിന്റെ മകൾ അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളോട് എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയാണ്, എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിലും ലഖതഅതു യദഹ, ഞാൻ അവരുടെ കൈ വെട്ടുക തന്നെ ചെയ്യും, അഥവാ അതിന് വേണ്ട ശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ നീതിയുടെ നിദർശനങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ പരാമർശങ്ങളായി അല്ലെങ്കിൽ കൽപ്പനകളായി ഒതുങ്ങാതെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്ന് സ്വന്തം മകളെ ഉദാഹരണമായി, അഥവാ ഏറ്റവും ഇനിയിപ്പോൾ എൻ്റെ മകളാണെങ്കിൽ പോലും എന്ന് പറഞ്ഞുകൊണ്ട്, എത്ര വലിയ ഉന്നത കുലജാതയാണെങ്കിലും ഒരു പ്രവാചകന്റെ മകളാണെങ്കിൽ പോലും അതിലൊരു ഇളവില്ല, എല്ലാവർക്കും ആ നീതി നടപ്പാക്കേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇസ്ലാമിൻ്റെ നീതിയുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂനു ഖവാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക. ആ വിശുദ്ധ ഖുർആൻ വചനം എല്ലാ രംഗങ്ങളിലും മാനവരാശിക്ക് ഒരു വലിയ ഗുണപാഠം എന്നോണം നിലനിൽക്കുന്ന ഒന്നാണ്. സാധാരണഗതിയിൽ നീതി എന്ന വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നീതി അനീതി ഇതൊക്കെ കേൾക്കുമ്പോൾ, ന്യായം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് ഭരണസിരാ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നീതിന്യായ പീഠങ്ങളിലോ വലിയ വലിയ കോടതികളിലോ ഒക്കെ നടക്കുന്ന വ്യവഹാരങ്ങളും അവിടെ നടക്കുന്ന നീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെയാണ്. ഈ നീതി പക്ഷേ വലിയ കോടതികളിലോ അല്ലെങ്കിൽ വലിയ വലിയ കേസുകളിലോ ഒക്കെയായി ആണ് പൊതുവെ നമ്മുടെ മനസ്സിൽ വരാറുള്ളത്. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല നീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണമെന്ന് പറയുമ്പോൾ അത് ഭരണസിരാ കേന്ദ്രം മുതൽ ഒരു ഭരണാധികാരി മുതൽ വീടകങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന അവിടെയൊക്കെയും പരിലസിക്കുന്ന ഒരു വലിയ ഗുണമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ബഷീർ എന്ന് പറയുന്ന പ്രവാചകന്റെ അനുചരൻ വന്നു. അദ്ദേഹം വന്നത് ഇതിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാളായ നൊഅ്മാൻ എന്ന് പറയുന്ന മകന് അദ്ദേഹം ഒരു സമ്മാനം കൊടുത്തു. മറ്റു മക്കൾക്ക് ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഈ സമ്മാനം കൊടുത്തതിന് പ്രവാചകനെ നിങ്ങൾ സാക്ഷിയാക്കണം, സാക്ഷിയായിട്ടാണ് ഈ സമ്മാനം കൊടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം മകനെ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടാണ് പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് തിരിച്ചു ചോദിച്ചത്, വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടത് കാണാം. നിന്റെ എല്ലാ മക്കൾക്കും ഇതുപോലെ സമ്മാനം കൊടുക്കാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ, നിനക്ക് കഴിയുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, അങ്ങനെ കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല, അതെനിക്ക് സാധിക്കില്ല. എൻ്റെ നൊഅ്മാൻ എന്ന മകന് മാത്രമാണ് ഞാൻ ഈ ഒരു സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബഷീർ എന്ന് പറയുന്നത് തൻ്റെ അനുചരനെ തിരുത്തി കൊടുത്തു. നിന്റെ എല്ലാ മക്കളും നിന്നോട് ഒരേ രൂപത്തിൽ ഒരേപോലെ പരിഗണിച്ച് ഒരേ രൂപത്തിൽ പെരുമാറണം എന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നീ നിന്റെ മക്കളിൽ ഒരാൾക്ക് മാത്രം കൂടുതൽ പരിഗണന കൊടുത്ത് ബാക്കിയുള്ളവരോട് നീ പക്ഷപാതിത്വം കാണിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നിട്ട് തന്നെ സാക്ഷിയാക്കാൻ വന്ന ആ മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അശ്ഹിദ് അലാ ഹാദാ ഗൈരി, ഈ അനീതിക്ക് എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും നീ സാക്ഷിയാക്കിയാൽ മതി, എന്നെ ഈ ഒരു അനീതിക്ക് എന്നെ സാക്ഷിയാക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ അതിൽ നീതി പാലിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായും കാണാം. അപ്പോൾ നമ്മുടെ വീടകങ്ങളിലുള്ള മക്കളോടുള്ള പെരുമാറ്റത്തിൽ, കുടുംബത്തോടുള്ള പെരുമാറ്റത്തിൽ എല്ലായിടത്തും ഈ നീതിയുടെ പാഠങ്ങളുണ്ട് എന്നാണ് കൂനു ഖവാമീന ബിൽ ഖിസ്ത് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ വചനം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങൾ എന്ന് പറയുന്നത്. ഇസ്ലാം എല്ലായിടത്തും നീതിയെ പരിഗണിച്ചു, നീതിയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമായി, അടിസ്ഥാന തത്വമായി കാണുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇഹലോകത്തെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പരലോകം എന്നൊന്നുണ്ട് എന്നുള്ളത്. ഇസ്ലാമിൻ്റെ പരലോക വിശ്വാസം ഓരോ വ്യക്തിയും ഈ ലോകത്ത് താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസൃതമായി, അത് സൽക്കർമ്മങ്ങളാണെങ്കിലും ദുഷ്കർമ്മങ്ങളാണെങ്കിലും അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന, ദുഷ്കർമ്മങ്ങളാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ലോകമുണ്ട് എന്നുള്ള ഇസ്ലാമിൻ്റെ വിശ്വാസം. അത് ഏറ്റവും വലിയ നീതിയുടെ നിദർശനമാണ്. എന്നല്ല, പരലോകം എന്നുള്ളതുണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ ഇഹലോക ജീവിതത്തിലെ ജീവിതവും ഈ പരീക്ഷണവും ഒക്കെ
നീതീകരിക്കപ്പെടുന്നതും സാധൂകരിക്കപ്പെടുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ലോകത്ത് വളരെ വലിയ തിന്മകൾ ചെയ്ത് കടന്നുപോയ ആളുകൾ, ഹിറ്റ്ലറിനെ പോലെ, അല്ലെങ്കിൽ ഇന്ന് ഫലസ്തീനിൽ നരനായിട്ട് നടത്തുന്ന സയനിസ്റ്റുകളെ പോലെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വളരെ വലിയ മാനവരാശിയെ മൊത്തം നാണിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന, മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ വലിയ മൃഗീയമായ, അല്ലെങ്കിൽ മൃഗീയം എന്ന് പറയുന്നതിനേക്കാളും അപ്പുറത്തുള്ള വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ചരിത്രത്തിൽ എത്രയോ ആളുകൾ കടന്നുപോയിട്ടുണ്ട്. ഇവരൊക്കെയും ഈ ലോകത്ത് നീതി നടപ്പാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അവർക്കൊക്കെയും പരമാവധി നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ വധശിക്ഷയാണ്. അതിനപ്പുറത്ത് ഒരു 10 ലക്ഷം ആളുകളെ കൊന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ എത്രയോ മില്യൺ കണക്കിന് വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഏൽപ്പിച്ചൊരു മനുഷ്യൻ, അയാളെ നമുക്ക് എന്താണ് അതിന് പകരമായി ചെയ്യാൻ കഴിയുക? ഈ പറഞ്ഞ അയാളാൽ ഉപദ്രവം ഏൽപ്പിക്കപ്പെട്ട ഇത്രയധികം ആളുകൾക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുക? അപ്പോൾ പരലോകം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നീതിയുടെ ഏറ്റവും വലിയ ഒരു ഒരു നീതി നടപ്പാകുന്ന ഒരു ലോകമാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് എല്ലാ രംഗങ്ങളിലും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പലയിടങ്ങളിലായി പറയുന്നത്, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, ഒരു അണുമണി തൂക്കം പോലും അള്ളാഹു അനീതി ചെയ്യുകയില്ല, അക്രമം ആരോടും പ്രവർത്തിക്കുകയില്ല. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു ഒരിക്കലും തൻ്റെ സൃഷ്ടികളോട്, തൻ്റെ അടിമകളോട് അക്രമം പ്രവർത്തിക്കുന്നവരേ അല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പലയിടങ്ങളിലെ അള്ളാഹു സൂചിപ്പിക്കുന്നത് കാണാം. എന്നല്ല, പരലോകത്തിൻ്റെ നീതിയെക്കുറിച്ച്, പരലോകത്ത് ഈ ലോകത്ത് നടന്ന എല്ലാ അനീതിക്ക് ഇരയാക്കപ്പെട്ടവർക്ക്, മർദ്ദിതർക്ക്, അക്രമത്തിന് ഇരയാക്കപ്പെട്ടവർക്ക് ഒക്കെ എല്ലാവർക്കും അവരവരുടേത് അവകാശങ്ങൾ ലഭിക്കുന്ന, അവർക്ക് നീതി നടപ്പാകുന്ന ഒരു ലോകമാണ് പരലോകം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഏതുവരെ എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ലതുഅദ്ദന്നൽ ഹുഖൂഖു ഇലാ അഹ്ലിഹ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, നാളെ അന്ത്യനാളിൽ, പരലോകത്ത് വെച്ച് എല്ലാവർക്കുമുള്ള ഹക്കുകൾ, അവകാശങ്ങൾ, ബാധ്യതകൾ അതൊക്കെയും നിർവഹിക്കപ്പെടും. അവർക്ക് അവകാശപ്പെട്ടതൊക്കെയും കൊടുക്കപ്പെടും. ഒരാളോടും അനീതി ചെയ്യപ്പെടുകയില്ല. ഹത്താ യുഖാദ ലിശ്ശാത്തിൽ ജൽഹാ മിനശ്ശാത്തിൽ ഖർന, ഒരു കൊമ്പില്ലാത്ത ആടിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആ പ്രശ്നത്തിലുള്ള പരിഹാരം വരെ നാളെ പരലോകത്ത് ആ നീതി നടപ്പാക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ പരലോകം എന്ന് പറയുന്നത് അത് എല്ലാ രംഗത്തും മനുഷ്യർക്ക്, ഇനി അഥവാ ഒരാൾ നരകത്തിലേക്ക് പോവുകയാണ്, ഇസ്ലാമിൻ്റെ നരകം എന്ന് പറയുന്ന, ഇസ്ലാം പഠിപ്പിക്കുന്ന നരകത്തിലേക്ക് പോകുമ്പോൾ പോലും അത് സൃഷ്ടാവിൻ്റെ, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നീതിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അഥവാ നരകത്തിലേക്ക് പോകുന്ന ആൾക്ക് പോലും താൻ എന്തിനാണ് നരകത്തിലേക്ക് പോകുന്നത്, തൻ്റെ അടുക്കൽ വേദഗ്രന്ഥങ്ങൾ വന്നു, പ്രവാചകന്മാർ വന്നു, ശരിയായ സ്വർഗത്തിലേക്ക് പോകാനുള്ള, സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള എല്ലാം ദൈവം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് വഴികളിലൂടെ ആ സത്യം എന്നിലേക്ക് എത്തിയിരുന്നു. എന്നിട്ടും അതൊന്നും വിലവെക്കാതെ ഞാൻ സ്വയം തിരഞ്ഞെടുത്ത എൻ്റെ തന്നെ കർമ്മങ്ങളുടെയും എൻ്റെ തന്നെ പ്രവർത്തനങ്ങളുടെയും ഫലമായി എനിക്ക് വന്നു ചേരേണ്ടത് തന്നെയാണിത്, അഥവാ നീതി തന്നെയാണ് ഇവിടെ നടപ്പാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ടായിരിക്കും ഓരോ മനുഷ്യരും നരകത്തിലേക്ക് പോവുക. എല്ലാവരും തങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഇത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് നരകങ്ങളിലേക്ക് പോവുക എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വലാ യുദ്ലമൂന നക്കീറ, നാളെ പരലോകത്ത് വെച്ച് അവർ ഒരു വളരെ നിസ്സാരമായി പോലും ഖുർആന്റെ പരാമർശം കടമെടുത്താൽ വലാ യുദ്ലമൂന ഫതീല, അല്ലെങ്കിൽ വലാ യുദ്ലമൂന നക്കീറ, ഒരു ഈന്തപ്പഴക്കുരുവിൻ്റെ പാട, അല്ലെങ്കിൽ ഈന്തപ്പഴക്കുരുവിൻ്റെ കുരുവിനുള്ളിലുള്ള ചെറിയ ഒരു നാര്, അത്ര പോലും ആരും നാളെ പരലോകത്ത് അനീതിക്കിരയാക്കപ്പെടുകയില്ല, അക്രമത്തിനിരയാക്കപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കാണാം. അപ്പോൾ ഇസ്ലാം നീതിയെ കാണുന്ന, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് പറയുമ്പോൾ, അത് നിലനിർത്തുന്നവരാകണം എന്ന് പറയുമ്പോൾ, അത് എല്ലാ രംഗങ്ങളിലും അത് കടന്നു വരുന്നുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോകത്ത് ഇന്നും ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ പലപ്പോഴും മർദ്ദിതരോടൊപ്പം, അല്ലെങ്കിൽ അനീതിക്കിരയായവരോടൊപ്പം എന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും അത് വാചകങ്ങളിൽ ഒതുങ്ങിപ്പോകാനാണ് പതിവ്. അവിടെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ, ഇസ്ലാമിക സമൂഹത്തിൽ പ്രവാചകൻ എങ്ങനെയാണ് നീതി തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്നും, വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് മനുഷ്യരോട് നീതിയെക്കുറിച്ചുള്ള പാഠങ്ങൾ പകർന്നു നൽകുന്നത് എന്നും പറയുന്ന ഈ ഒരു വചനം നമുക്ക് എല്ലാ കാലത്തും മാനവരാശിക്കൊരു പാഠമായി നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.